നിങ്ങൾ പറഞ്ഞതിപ്പോ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് ഖുർആനിൽ എവിടെയും കാണാൻ കഴിയില്ല. അതിപ്പോ നേരത്തെ നിങ്ങളെ ഇവിടെ പ്രസംഗിച്ച ഉസ്താദ്, എന്താ പേര്, കൊളത്തൂർ ഉസ്താദ്, അദ്ദേഹം പറഞ്ഞു നിസ്കാരം 5 വക്തൊന്നും ഖുർആനിലില്ലാന്ന്. അപ്പൊ അങ്ങനെ എല്ലാം ഖുർആൻ നിങ്ങൾ തപ്പി തെരഞ്ഞു നടക്കണ്ട, കയ്യ് കടയുള്ളൂ. അപ്പൊ നിങ്ങൾ ഹദീസിലൊക്കെ ഒന്ന് തപ്പുക. അത് വേണ്ട, ഖുർആൻ തന്നെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. 5 വക്ത് നിസ്കാരത്തിന് തെളിവ് ഖുർആനിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പച്ച നുണ പറയരുത് മുഖത്തു നോക്കിയിട്ട്. ഞാൻ പറഞ്ഞത് 5 വക്ത് നിസ്കാരത്തിന്റെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. ഇത് രണ്ടും രണ്ടാ. 5 വക്ത് നിസ്കാരം നിർബന്ധമില്ല എന്ന് ഖുർആനിലുണ്ട് എന്ന് പച്ച നുണ ചേകന്നൂരിന്റെ വാദമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഓർക്കണം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്ന ഈ 5 പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. അത് തമ്മിൽ എതിരുണ്ട്, മനസ്സിലാക്കണം. നുണ പറയരുത്. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉള്ളതാണ്, തത്സമയം റെക്കോർഡ് ചെയ്യും. പിന്നെ ഖുർആനിൽ അങ്ങനെ ഈ ആശയം ഉണ്ട്, നബിദിനാഘോഷത്തിന് തെളിവാകാൻ പറ്റുന്ന ആയത്തുകൾ, ഹദീസുകൾ ഉണ്ട് എന്നാ പറഞ്ഞത്. അതുപോലൊരായത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് വരണമെന്ന് കൽപ്പിക്കുന്ന, നിർദ്ദേശിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരായത്ത് ഈ പദത്തിലായിരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏത് പദമാവട്ടെ, ഈ ആശയമുള്ള ഒരായത്ത് ഖുർആനിൽ കാണിക്കാൻ കഴിയില്ല. ഇതാ ഇവിടെ പറഞ്ഞത്. ഇത് രണ്ടും രണ്ടാണ്. ഇനം തിരിച്ചു മനസ്സിലാക്കണം എന്തെങ്കിലും പറയുന്നത്. പിന്നെ ഇവിടെ മഖ്ബറയിലേക്ക് എത്തിയാൽ അവിടെ വല്ലാതെ സ്ത്രീകൾ കൂടുന്നുണ്ട്, അവിടെ സ്ത്രീകൾ സംഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അനാചാരമാണ്, ഹറാമാണ്, പാടില്ലാത്തതാണ് എന്നാ പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് പള്ളിയിൽ വന്ന്, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു സ്ത്രീകൾ വരാൻ പാടില്ല, ഹറാം തന്നെയാണ്. അത് പള്ളി മഖ്ബറയിൽ മാത്രമല്ല, മുജാഹിദിന്റെ സമ്മേളനത്തിലും അങ്ങനെ തന്നെയാണ്. മുജാഹിദ് പള്ളിയിലും വരാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളിയിലും വരാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിന്റെ ഇറാനഗറിലും വരാൻ പാടില്ലല്ലോ. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഇതാ കേരള വനിതാ സമ്മേളനം എന്ന പേരിൽ കുറ്റിപ്പുറത്ത് നിർത്താൻ പോവാണ് അല്ലേ. സ്ത്രീകളെ മുഴുവനും മാറ്റിത്തെളിച്ചു കൊണ്ടുപോവാണ്. ഇത് ഏതാ മതം ഞങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞോ മുജാഹിദുകൾ തന്നെ ചങ്ങരംകുളത്ത് നടത്തിയ മുജാഹിദ് സമ്മേളനം നിങ്ങൾക്കറിയോ? അവിടെ സ്ത്രീയും പുരുഷനും എങ്ങനെയായിരുന്നു എന്ന്? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, കണ്ടോളി. ആ സ്ക്രീനിൽ കുട്ടിയെ ഒന്ന് കാണിച്ചു കൊടുത്താ ഇതാ. ഇത് പിന്നെ ആണും സ്ത്രീകളും പുരുഷന്മാരുമാണ്. സ്ത്രീകളുടെ കൗണ്ടറാണ് അത്, ഞാൻ പിന്നീട് കാണിക്കും. അവിടെയാണ് ഈ ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കൂടി തമ്മിൽ എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ കണ്ടാൽ മതിയത്. അതിന്റെ അവസ്ഥ എന്താണ്? വെച്ചുകൊടുക്ക് വേറൊന്ന്. കണ്ടോ, പുരുഷന്മാർ വളണ്ടിയർമാര്, അപ്പുറത്ത് ഇപ്പുറത്ത് സ്ത്രീകൾ. ഇങ്ങനെ എന്താണ് പോലെ. ഇതൊക്കെ ഏതാ ഖുർആൻ സുന്നത്ത് നമുക്കറിയില്ല. ഏതായത്തിലല്ലത് നാവും. വെച്ചുകൊടുക്ക്. ആ ലേഡീസ് കണ്ടോ, ലേഡീസ് മേലെ എഴുതി വെച്ചോ നിങ്ങൾ. ലേഡീസ് അതിലാ താടി വെച്ചാൽ ലേഡീസാന്ന് എഴുതണ്ട. അങ്ങനെ ഒന്നല്ല, ഒരുപാട് താടിക്കാരുണ്ട്. ലേഡീസിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പൊ എന്താ ഓൽക്കും മനസ്സിലായി ഇവിടെ നിന്നാലേ കാര്യമുള്ളൂ, മെച്ചമുള്ളൂ എന്ന് ഓൽക്കും മനസ്സിലായി. അങ്ങനെ ഒരുപാട് രംഗങ്ങൾ അതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒക്കെ. ഞാനിപ്പോ അതെല്ലാം കൂടി വെക്കുമ്പോൾ സമയം നീണ്ടു പോകുന്നത് കൊണ്ടാണ്. അത് വെച്ചാൽ അതിന് കാണാൻ ജഗപ്പുക. നമ്മളെ മഖ്ബറയും അതുപോലെ തന്നെ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. നമ്മുടെ മഖ്ബറയിലോ നേർച്ചകളിലോ നടക്കുന്നതൊന്നും ഒന്നുമല്ല. അതിൽ ആ തെറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് മഖ്ബറയിൽ വന്നാലും കല്യാണത്തിന്റെ വന്നാലും ഒക്കെ തെറ്റ് തന്നെയാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. മുജാഹിദുകൾ ഇത് തെറ്റാന്ന് പറയും ചെയ്യുക, എന്നിട്ട് മുജാഹിദിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തും ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയാണ് ഞങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത്. ഇതേതാ മതം ഞങ്ങൾക്കറിയുന്നില്ല. അതാ അപ്പൊ ഇതെല്ലാം കൂടി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. ഒക്കെ ലേഡീസ് അതിന്റെ സംഗതി. എന്നിട്ട് അവിടെ നടക്കുന്ന ഹറാമുകൾ കൂത്തരങ്ങൾക്ക് വല്ല കയ്യും കണക്കൂട്ടോ. അപ്പൊ അതൊന്നും നമ്മൾ കൂടുതൽ പറയണ്ട. മതനിയമങ്ങൾ പറയാനുള്ള അധികാരം പണ്ഡിതന്മാർക്കാണ്. ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതർ പറയട്ടെ. അവര് പറയുന്നു സിയാറത്ത്, മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യൽ, സാധാരണക്കാരല്ല, മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും പുണ്യകർമ്മമാണ്. അത് പറഞ്ഞ പണ്ഡിതന്മാരാരും സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും സ്ത്രീകൾ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ഥലത്ത് പോവണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പാടുമില്ല. ഇതാണ് നമുക്കതേക്കുറിച്ച് പറയാനുള്ളത്.